സൂംബ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവരുന്നതിനെ അംഗീകരിക്കുന്നുണ്ടോ അതോ അത് വേണ്ടെന്നാണോ? വേണ്ട. ആണും പെണ്ണുമായിട്ടുള്ള കളി അത് ശരിയുള്ളതല്ല. അങ്ങനെയുള്ള മക്കളെ കളിപ്പിക്കണം. എല്ലാ മക്കളും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ. വേണ്ട, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. കാരണം കുട്ടികളെ കളിക്കട്ടെ ചിരിക്കട്ടെ എന്നാണ് മന്ത്രിയും പറയണത്. വലിയ കുട്ടികളൊക്കെ കളിക്കണമെങ്കിൽ അത് അവസാനം വലിയ അപകടത്തിൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ ആണും പെണ്ണും ചേർന്നുള്ള ഈ സൂംബ ഡാൻസിനെ അംഗീകരിക്കുന്നില്ല. ഇതൊന്നും അംഗീകരിക്കാൻ പാടില്ല. കുട്ടികൾക്ക് അതൊരു ഉയർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് സൂംബ ഡാൻസിനെ അംഗീകരിക്കുന്നു. സൂംബ ഡാൻസിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം പഠിക്കാൻ പോകുമ്പോൾ പഠിച്ചിട്ട് വീടുകളിൽ പോവുക, അതല്ലേ നല്ലത്. അപ്പൊ അതുകൊണ്ട് സൂംബ ഡാൻസിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഡാൻസ് വേണം, പഠിത്തം വേണം, രണ്ടും വേണം. തള്ളമാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കാം, അല്ലാതെ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ ആയാലും സ്കൂൾ യൂണിഫോം നല്ല രീതിയിലല്ലല്ലോ. ഇപ്പോൾ സ്കൂൾ യൂണിഫോമിൽ തന്നെ മിനി സ്കർട്ടുകളും പല രീതിയിലൊക്കെയാണ്. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതൊന്നും വേണ്ട, അങ്ങനെ കളിക്കാൻ. പക്ഷേ മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ. വീണ്ടും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വിവാദമായിരിക്കുകയാണ്, ചർച്ചയായിരിക്കുകയാണ്. നേരത്തെ സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നടന്നതെങ്കിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് ഒരു ഡാൻസിനെ കുറിച്ചാണ്. സൂംബ ഡാൻസിനെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ചർച്ച നടക്കുന്നത്. സാംബ അല്ല, സൂംബയെ കുറിച്ച് തന്നെയാണ് ചർച്ച. നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിലാണ് ഈ ഒരു സൂംബ ഡാൻസ് സ്കൂളുകളിൽ കൊണ്ടുവരണമെന്നുള്ള ചർച്ച നടന്നത്. അതിനുവേണ്ടി തന്നെ പല അധ്യാപകർക്കും സർക്കുലർ അയക്കണമെന്ന നിർദ്ദേശം വരികയും ചെയ്തു. എന്നാൽ ഈ ജൂൺ മാസത്തോടുകൂടി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും പിറ്റേ ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച് സ്കൂളിൽ നടപ്പിലാക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ വളരെയധികം ചർച്ചയാണ് നടക്കുന്നത് ഈ ഒരു ഡാൻസിനെ കുറിച്ച്. ഇത് പൊതുവിദ്യാലയങ്ങളിൽ നടത്താൻ പാടില്ല എന്നാണ്. നടത്തണമായിരുന്നു എങ്കിൽ ഇത് ആദ്യം ചർച്ച ചെയ്യണമെന്നാണ്. കാരണം ഇത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചോ പിറ്റേ ദിവസം സർക്കുലർ ഇറക്കിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി നടപ്പിൽ വരുത്തി. മാത്രമല്ല, ചർച്ചകൾ ഒടുവിൽ വന്നപ്പോഴത്തേക്കും ഇപ്പോൾ അത് നിർബന്ധമല്ല എന്ന സ്വരമാണ് കാണുന്നത്. എന്നാൽ സർക്കുലറായി വന്ന സമയത്ത് ഓരോ കുട്ടികളും നിർബന്ധമായി തന്നെ ഇതിൽ പങ്കെടുത്തിരിക്കണമെന്നാണ്. മാത്രമല്ല, ഒരു കുട്ടിക്ക് പാടില്ല എന്നൊരു മാറി നിൽക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് അത് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പോലും ഒരു രക്ഷിതാവിന് പറയാൻ പാടില്ല എന്ന് പോലും സർക്കുലറിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇതിനു വേണ്ടി പാഠപുസ്തകങ്ങളിൽ ഇത് ലിങ്കുകൾ അയച്ചു കൊടുക്കുകയും ഇതിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ പ്രത്യക്ഷമായി നമുക്കത് കാണാൻ സാധിക്കുന്നത് അർദ്ധനഗ്നതകളായ സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ കേരളത്തിന്റെ പൈതൃകം അനുസരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കലാരൂപം അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് മറ്റൊരു ഡാൻസുകളെ പോലെയല്ല. അത് സ്കൂളുകളിൽ കൊണ്ടുവന്നാൽ കൂടുതൽ അരാജകത്വത്തിലേക്ക് പോകും. TJ പാർട്ടികളിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഡാൻസ് പോലുള്ള രീതിയിലേക്കായിരിക്കും പോവുക. അത് കാരണത്താൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്കും ഇവിടുത്തെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്കും കുട്ടികൾ നശിക്കാനുമായിരിക്കും കാരണം ഇതുണ്ടാവുക എന്ന് ആ ചിത്രങ്ങൾ നോക്കി വിലയിരുത്തിക്കൊണ്ടാണ് മുസ്ലിം സംഘടനകളിൽപ്പെട്ട പല പണ്ഡിതന്മാരും അതോടൊപ്പം തന്നെ സംഘടനകളും ലീഗും അതോടൊപ്പം തന്നെ ഭാരതീയ വിചാര കേന്ദ്രവും ഈ ഒരു ഡാൻസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഭാരതീയ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നാണ്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ മന്ത്രിയും പറഞ്ഞത് ഇത് കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയും അതോടൊപ്പം ലഹരി മുക്തമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയും കുട്ടികൾക്ക് ഉന്മേഷം ഉണ്ടാകാൻ വേണ്ടിയാണ്. എങ്കിൽ അതിന് കരാട്ടെ, കളരി പോലുള്ള മറ്റുള്ള ആയുധ കലകൾ ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നൂടെ എന്നാണ്. മാത്രമല്ല, ഡാൻസിനെ കുറിച്ചുള്ള പരിശീലകരും പറയുന്നത് ഇത് പെട്ടെന്ന് അടിച്ചേൽപ്പിച്ചാൽ ഒരുപാട് തിക്തഫലങ്ങൾ ഉണ്ടാകും. കാരണം ജോയിന്റ് എക്സസൈസ്, റൊട്ടേറ്റ് എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ് ഇതൊക്കെ ചെയ്തിട്ട് വേണം ഡാൻസ് കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ എല്ലാ ശരീരവും അഥവാ വണ്ണമുള്ളവരും മെലിഞ്ഞവരുമായ ആളുകളുണ്ടാകും. അങ്ങനെയുള്ള പരിശീലനം ലഭിക്കാത്ത ആളുകൾ പ്രാക്ടീസ് ചെയ്താലോ അല്ലെങ്കിൽ പഠിപ്പിച്ചാലോ ഇതിന്റെ തിക്തഫലം വലുതായിരിക്കും എന്നാണ് ഇതിനെക്കുറിച്ച് ആളുകളും പറഞ്ഞത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് ഉയർന്ന നിലയിൽ നടക്കുന്നതെങ്കിൽ സാധാരണക്കാരായ ആളുകൾ, അമ്മമാർ, പിതാക്കന്മാർ, സാധാരണ ജനങ്ങൾ ഡാൻസ് പൊതുവിദ്യാലയത്തിൽ കൊണ്ടുവരുന്നതിനെ എങ്ങനെ കാണുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും മലയാള ജനത ന്യൂസ് ഈ ഒരു ചർച്ചയിലേക്ക് ജനപക്ഷത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ജനപക്ഷത്തിലൂടെ പൊതുജനങ്ങൾക്ക് ഈ ഡാൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. പിന്നീട് അതിനുശേഷം കഴിയുമെങ്കിൽ മറ്റുള്ള പ്രഗത്ഭരായ ആളുകളുടെ അഭിപ്രായം തേടാം. എന്തായാലും നിങ്ങളുടെ കമന്റ്സുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാകണം. കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിലേക്ക് ഏവരും ഒന്നുകൂടി സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ സ്കൂളുകളിലെ സൂംബോ ഡാൻസ് വളരെയധികം വിവാദമായിരിക്കുകയാണല്ലോ. കാരണം അത് വേണം വേണ്ട എന്നുള്ള രണ്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇത് വേണം എന്നാണോ അല്ല വേണ്ട എന്നാണോ? എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് ഒരു ഉന്മേഷമാണ്. ഈ ലഹരി അങ്ങോട്ട് കുട്ടികൾ പോകത്തില്ല. ഇതിനോട് യോജിക്കുന്നു. ഇത് കുറച്ച് സാമൂഹ്യത്തില് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാവും. അത് ഇപ്പൊ ഏത് കൊണ്ടുവന്നാലും ഇത് പഠനം നടത്തുന്നതിന് മുമ്പ് നടപ്പിൽ വരുത്തി എന്നതാണ് ഇപ്പൊ പ്രശ്നമായി കാണുന്നത്. അതിനെങ്ങനെ കാണുന്നുണ്ട്? സത്യത്തിൽ ജനങ്ങൾക്കൊരു അവബോധം കൊടുത്തതിന് ശേഷം കൊണ്ടുവന്നാൽ പോരായിരുന്നോ എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അതിനെങ്ങനെ കാണുന്നുണ്ട്? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളെ അടിച്ചേൽപ്പിക്കുകയല്ലേ.
ഇത് ഇപ്പൊ സർക്കാരിൽ നിന്ന് എന്തോ ഉണ്ടായാലും അത് മുന്നേ അറിയിക്കണമെന്ന് അങ്ങനെ സാധ്യതയില്ലല്ലോ. അല്ല പ്രത്യേകിച്ച് മുൻപ് തന്നെ നമുക്കറിയാം, കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഈ കറുത്ത ബോർഡ് മാറ്റിയിട്ട് പച്ച ബോർഡ് കൊണ്ടുവരണം എന്നൊരു ചർച്ച വന്നപ്പോഴത്തേക്കും ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് അത് ജനപക്ഷമായി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയാണ് കൊണ്ട് പൊതുവായി ചർച്ച ചെയ്യണം. പക്ഷെ ഇന്ന് അധ്യാപകരായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, വിദ്യാഭ്യാസ സംഘടനകൾ ചർച്ച ചെയ്തിട്ടില്ല, വിദ്യാഭ്യാസ മേഖല പ്രഖ്യാപിച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ വിമർശനം ഉണ്ടാവുകയും ചെയ്തത്. അപ്പൊ ജനങ്ങൾക്ക് ഒരു അവബോധം, ഇത് നല്ലതാണെന്നുള്ള അവബോധം കൊടുത്താൽ, കാരണം ഈ പാഠപുസ്തകങ്ങൾ കൊടുത്തത് തന്നെ എന്താണ് അർത്ഥനഗ്നതകളായ ആളുകളുടെ ഫോട്ടോകളാണ്, ലിങ്ക് തന്നെ കൊടുത്തത് പഴയ ലിങ്കുകളാണ്. അപ്പൊ അവിടെ ഒരു വീഴ്ച വരുത്തിയത് കൊണ്ട് അല്ലേ ഈ ഒരു പ്രശ്നം പറ്റിയത്? തീർച്ചയായിട്ടും. നിങ്ങളുടെ അഭിപ്രായം? ആദ്യം നിങ്ങൾ ഈ മദ്യപാനം അങ്ങ് നിർത്തലാക്കി, അത് ആദ്യം നിർത്തലാക്കിയിട്ട് ഡാൻസും ബാക്കിയുള്ള കാര്യങ്ങളും. സ്കൂളിൽ ഈ സൂംബോ ഡാൻസ് കൊണ്ടുവരുന്നതിനോട് യോജിക്കുന്നില്ല. എന്തൊരു കാരണം ഈ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, ഈ ലഹരിയിൽ നിന്ന് അവർക്ക് മോചിതരാകാൻ വേണ്ടി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. മോചനം നേടാനാണ് ഡാൻസ് എങ്കിൽ പിന്നെ ആദ്യം ലഹരി അങ്ങ് നിർത്തലാക്കിയ പോരെ. അവർ ഡാൻസിന്റെ പ്രസക്തി കൂടി ഒന്നിച്ചു കൊണ്ടുപോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ തീരുമാനിക്കേണ്ടതല്ലേ ഇപ്പം മന്ത്രിമാരായിരുന്നാലും നടത്താൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പോഴും. കാരണം പഠിക്കാൻ പോകുമ്പോൾ പഠിച്ചിട്ട് വീടുകളിൽ പോവുക, അതല്ലേ നല്ലത്. അപ്പൊ അതുകൊണ്ട് സൂംബോ ഡാൻസിനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ അവർക്കൊരു ആരോഗ്യം ഉണ്ടാവാനും ലഹരിയിൽ നിന്ന് മാറി നിൽക്കാനുമാണ് ഈ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. അതിന് എത്ര നല്ല നല്ല ക്ലാസ്സുകളുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ ഇത് വേണ്ടാന്ന് തന്നെയാണ്. ഇതിന്റെ ആവശ്യമില്ല. അതൊന്നും വേണ്ട. അങ്ങനെ കളിക്കാൻ. പക്ഷേ സർക്കാർ പറഞ്ഞത് കുട്ടികൾക്ക് എന്താണ് ഉന്മേഷത്തിന് വേണ്ടിയാണ്, അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഈ ഡാൻസ്. അതുകൊണ്ട് വേണ്ട, സൂംബോ ഡാൻസ് വേണ്ടെന്നാണ്. വേണ്ട. അവരെ പഠിത്തമാണ് മുഖ്യം. ഡാൻസിനോട് നമുക്ക് താല്പര്യമില്ല. അപ്പൊ അവര് സ്കൂളിൽ വരുന്നത് പഠിച്ചാൽ മതി. സ്കൂളിൽ വന്ന അക്ഷരങ്ങള് പഠിച്ച് അവര് വളർന്നു വന്നാൽ അതുകൊണ്ട് ഈ സൂംബോ ഡാൻസിന് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഈ സൂംബോ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവരുന്നതിന് അംഗീകരിക്കുന്നുണ്ടോ? അത് ഡാൻസ് എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെ. അതും ആ തള്ളമാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കാം. അല്ലാതെ നമുക്ക് നിർബന്ധമൊന്നുമില്ല. അവര് പറയണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കാം. ആണും പെണ്ണുമായിട്ടുള്ള കളി അത് ശരിയുള്ളതല്ല. അങ്ങനെയുള്ള മക്കളെ കളിപ്പിക്കണം. എല്ലാ മക്കളും ഒരേപോലെ ആയിരിക്കില്ല. വിടുവസ്ത്രം നല്ലതായിരിക്കണം. മുട്ടിന് താഴെ തന്നെ നിക്കണം എപ്പോഴും വിടുവസ്ത്രം. അതുപോലെ തന്നെ പുറത്തിടുന്നത്. അപ്പൊ അത് നാടിന് നല്ലതാണ്. അത് നല്ലതായിട്ട് മക്കളെ കൊണ്ട് പോവേം വേണം. അതെങ്ങനെയെന്ന് പറഞ്ഞാല് ഈ സ്കൂളുകളെന്ന് പറയുമ്പോഴേ, സ്കൂളുകളെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഗുണപാഠം പഠിപ്പിക്കുന്ന ഒരു ശാലയാണ്. വിദ്യാഭ്യാസ മേഖലയാണ്. ആ മേഖലയിൽ നമ്മൾ ഇങ്ങനത്തെ ഇത് കാണുമ്പോൾ പിള്ളേർ ഡ്രസ് കോഡ് തന്നെ ഈ രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് അതായത് ഇതിൽ കൂടി പിള്ളേർ സുഖദേവിടെ അതിക്രമങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു രീതി ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അതൊരിക്കലും അത് നല്ല ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സൂംബോ ഡാൻസിനെ അംഗീകരിക്കുന്നില്ല. കാരണം സൂംബോ ഡാൻസ് ഒന്നും അങ്ങനെ സംഭവം അത് യോജിക്കുന്നില്ല, ഒട്ടും യോജിക്കുന്നില്ലാത്ത ഒരു കാര്യമാണ് അത്. അതിന് പക്ഷേ ഈ സ്കൂൾ യൂണിഫോം ആണ്. കാരണം ഇപ്പോൾ പാഠപുസ്തകങ്ങളൊക്കെ കൊടുത്തത് ആ ചിത്രമാണെങ്കിലും സ്കൂളിലൊക്കെ സ്കൂൾ യൂണിഫോം ഇട്ടാണ് അവർ കളിക്കുന്നതായിട്ട് കാണുന്നത്. അതിനെ യോജിക്കുന്നുണ്ടോ? സ്കൂൾ യൂണിഫോം ആയാലും സ്കൂൾ യൂണിഫോം നല്ല രീതിയിലല്ലല്ലോ ഇപ്പോൾ. സ്കൂൾ യൂണിഫോമിൽ തന്നെ മിനി സ്കർട്ടുകളും പല രീതിയിലൊക്കെയാണ്. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ഒന്നാമതേ പിള്ളേർ സ്കൂളിൽ തന്നെ മ്യൂസിക്കും മറ്റേ സാധാരണ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആവുമ്പം പിന്നെ വരും തലമുറ എങ്ങനെ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അംഗീകരിക്കുന്നില്ല. ഒരിക്കലും അത് പാടില്ല എന്നുള്ളതാണ് എനിക്ക്. സൂംബോ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവരുന്നതിനെ അംഗീകരിക്കുന്നുണ്ടോ അതോ അത് വേണ്ടെന്നാണോ? വേണ്ട അല്ല. പക്ഷെ അത് കുട്ടികളുടെ ഈ മാനസികാവസ്ഥ നന്നാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ശാരീരിക പുഷ്ടി വരുത്താനാണ്, ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ എന്നാണ് സർക്കാർ പറയുന്നത്. എങ്കിൽ അത് ഈ ഡാൻസ് കൊണ്ട് അതിന് പരിഹാരം കാണാൻ പറ്റുമോ? പറ്റില്ല. കുട്ടികളെ നമ്മൾ രക്ഷകർത്താക്കളും സാധാരണമാരുടെ ചേർന്ന് സൂക്ഷിച്ച് വളർത്തണം. അല്ലാതെ ഡാൻസ് കളിപ്പിച്ചുകൊണ്ട് ലഹരിക്ക് ഉപയോഗിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഡാൻസിന്റെ കാര്യം പറഞ്ഞ് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു വന്ന് ലഹരി ഉപയോഗിച്ചൂടെ? അപ്പൊ അതുകൊണ്ട് ഈ സൂംബോ ഡാൻസിനെ അംഗീകരിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ അങ്ങനെ കളിക്കാൻ പാടില്ല. മക്കൾക്ക് ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. സ്കൂളിൽ നല്ലതുപോലെ വരണം മക്കളെ. അമ്മയും അച്ഛനും പഠിപ്പിക്കാൻ വിടണത് അതുപോലെ വരണം. അതുകൊണ്ട് ഈ സൂംബോ ഡാൻസിനെ അംഗീകരിക്കുന്നില്ല.
സൂംബ എന്നാണ് അതിന്റെ പേര്. അത് കളിപ്പിക്കാൻ വേണ്ടിയാണ് കളിപ്പിക്കണം. അപ്പൊ അതില് കൊച്ചു കുട്ടികളുണ്ടാവും, വലിയ കുട്ടികളുണ്ടാവും, പെൺകുട്ടികൾ. അത് അനുവദിക്കുന്നുണ്ടോ നിങ്ങൾ അംഗീകരിക്കുന്നു? ഇത് മുതിർന്ന കുട്ടികളും എല്ലാവരും കളിക്കണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അതിനോട് യോജിക്കുന്നില്ല. ഓക്കെ. ഈ പിള്ളേരെ ഒരുമിച്ച് ചേർക്കുന്നത്, ഒരുമിച്ച് കളിപ്പിക്കുന്നത്, ഒരുമിച്ച് നൃത്തം, നാടകം, അത് ഇതൊക്കെ ചെയ്യുന്നത് ആ വേദി അത് ശരിയുള്ള കാര്യങ്ങളല്ല. ഒരു അച്ഛനോ അമ്മയ്ക്കും ഒന്നോ രണ്ടോ കുട്ടികൾ കാണും. അതിനെ പഠിപ്പിക്കാൻ വീഴുമ്പോൾ അത് വികൃതമായ വേഷത്തിലുള്ള അഭിനയങ്ങളും വേഷങ്ങളും കെട്ടി വരുമ്പോൾ ആ വീട്ടിലുള്ള മാനസികമായ രീതിയുള്ള മാറും. അപ്പോ അത് വഴി തെറ്റി തന്നെ ആകും. അതുകൊണ്ട് തന്നെ ഈ ആണമ്പെണ്ണ് ചേർന്നുള്ള ഈ സൂംബ ഡാൻസ് അംഗീകരിക്കുന്നില്ല. ഇതൊന്നും അംഗീകരിക്കാൻ പാടില്ല. കാരണം 600 മക്കളല്ല ഇന്നത്തെ കാലത്ത്. ലഹരിക്കെതിരായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഒന്നില്ല, ഇത് കുട്ടികൾ സ്കൂളിൽ അവരുടെ യൂണിഫോമിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാ സ്കൂളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് ഇപ്പം പഠിക്കുന്നത്. അപ്പം പിന്നെ ഇത് ആവശ്യമുള്ള കാര്യം. പ്രത്യേകിച്ച് അതൊരു എക്സൈസ് കൂടെയാണ്. അതുകൊണ്ട് ഈ സൂംബ ഡാൻസ് അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ. ഒരു സമയത്ത് ഇത് ഒരു സർക്കാരിന്റെ തന്നെ ഇതൊരു വിനയായിട്ട് മാറും. മനസ്സിലായോ? നമ്മള് കുട്ടികളെ പഠിപ്പിക്കാനാണ് സ്കൂളിൽ വിടുന്നത്. അത് ഇവര് ഈ വോട്ടിന് വേണ്ടി പല പേരും കൊണ്ടുവരും. എങ്കിൽ മാത്രമേ അവർക്ക് ഇലക്ഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ സൂപ്പർ ഡാൻസിനെ അംഗീകരിക്കുന്നില്ല? എനിക്ക് അംഗീകരിക്കാൻ അവര് പറയുന്നത് തന്നെ അവരുടെ ശരീരം നോക്കണമെങ്കിൽ അവര് ജിമ്മിലും പല കാര്യങ്ങളിലും വ്യായാമവും ഈ പബ്ലിക്കായിട്ട് അവര് ഈ ശരീരം വ്യായാമം ചെയ്യുന്നതിലൊന്നും നമുക്കൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ കൊച്ചുകുട്ടികൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. കൊച്ചുകുട്ടികൾ അതൊരു പ്രായപരിധിയുണ്ട്. ആ പ്രായപരിധിയിൽ ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ട്. പോയ സമയത്ത് ഈ അവര് അരമണിക്കൂർ, ഒരു ദിവസം അരമണിക്കൂർ ഞങ്ങളെ കളിപ്പിക്കുന്നുണ്ട്. ഓടാനും ചാടാനും ഇതെല്ലാം അതല്ലേ നമുക്ക് പറയാനുള്ളൂ. ഇത് പക്ഷേ ആ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ ചെയ്യുന്ന ഈ രീതിയോട് താല്പര്യമില്ല. യൂറോപ്യൻ രാജ്യം, ഇത് നമ്മളെ കേരളമാണ്. അപ്പൊ എന്തായാലും സൂപ്പർ ഡാൻസിനെ എന്തായാലും അംഗീകരിക്കുന്നില്ല. ഈ ആണും പെണ്ണും കൂടെ ഒരുമിച്ചുള്ള കളി നാശത്തിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പൊ ഈ കൊച്ചുകുട്ടികൾ കളിക്കുന്നതിന് കൊച്ചുകുട്ടികൾ കുഴപ്പമില്ല. കൊച്ചു ആ പ്രായങ്ങൾ അത് കളിക്കേണ്ട പ്രായങ്ങളാണെന്നില്ല. ഈ വലിയ കുട്ടികളൊക്കെ കളിക്കണമെങ്കിൽ അത് അവസാനം വലിയ അപകടത്തിൽ സംഭവിക്കും. അതുകൊണ്ട് സൂപ്പർ ഡാൻസിന് അംഗീകരിക്കുന്നില്ല. അപ്പൊ മുതിർന്ന കുട്ടികളിൽ വേണ്ട. വലിയ കുട്ടികളായാലും അപകടം ഉണ്ടാകുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് കൊച്ചുകുട്ടികൾ കളിച്ചോട്ടെ, വലിയ കുട്ടികൾ വേണ്ട. ചീത്തയാവണം, പഠിക്കുന്ന പിള്ളേർ അത്രയും ചീത്തയാണ്. അതുകൊണ്ട് ഒന്നും മതിയാക്കി അപ്പൊ ഇത് എല്ലാ മക്കളിലും 2 നല്ലത്, 4 അയ്യ. അപ്പൊ ഈ സൂപ്പർ ഡാൻസ് വന്നാലും അത് ചീത്തയാവും. അത് എല്ലാവരും നന്നാവാൻ വേണ്ടിയാണ് സൂപ്പർ ഡാൻസ് കൊണ്ടുവരുന്നെങ്കിലോ. ചുമ്മാ അതുകൊണ്ട് സൂപ്പർ ഡാൻസ് വേണ്ട. വേണ്ട. ഓക്കെ. അംഗീകരിക്കുന്ന നല്ലതാണ്. ഇത് കൊച്ചുങ്ങൾക്ക് ഒരു അഭ്യാസമാണ് ഡാൻസ്. അഭ്യാസം മാത്രമല്ല, ഇത് പിന്നെ ഈ ലഹരി ഉപയോഗം കഠിനമായി അത് സർക്കാർ ഇടപെട്ട് അത് ഇല്ലാതാക്കണം. അത് ഒന്നാമത്തത്. പക്ഷെ ഈ ഡാൻസ് ഇത് നല്ലൊരു കാര്യമാണ്. ഇത് സ്കൂളിന് ആവശ്യമുള്ള കായിക പരിശീലനമാണ്. കുട്ടികൾക്ക് അതൊരു ഉയർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് സൂപ്പർ ഡാൻസ് അംഗീകരിക്കുന്നു. വേണ്ട. എന്ത് കാരണം അത് കുട്ടികൾക്ക് ഒരു ആനന്ദം എന്നാണ് പറയുന്നത്. എന്നാലും വേണ്ടെന്ന് തന്നെ. സ്കൂളിൽ ഇത് കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല. എന്തെന്ന് വെച്ചാൽ വസ്ത്രം അതിന്റെ മാന്യതയായിട്ട് ഉടുത്തു കഴിഞ്ഞാല് ഇതിന്റെ ഒരു ഇതുമില്ല. അവരവര് ധരിക്കേണ്ട വസ്ത്രം അവരവര് ധരിക്കണം. അല്ലാതെ അമേരിക്കയിലും മറ്റുള്ളവർക്കും തുണിയില്ലാതെ കളിക്കും പോലെയുള്ള കളിയല്ലല്ലോ. ഇത് മാന്യതയായിട്ടുള്ള കളിയാണ്. ഇതില് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. പിന്നെ മതപരമായിട്ട് ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങൾ കാണും. അതനുസരിച്ചുള്ള ഡ്രസ് ഇട്ടിട്ട് കളിക്കുക, അത്ര തന്നെ. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തില് അത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി നടപ്പിലാക്കുന്ന രീതി തികച്ചും കുഴപ്പമില്ല. നല്ല രീതി നല്ലതാണ്. പിന്നെ വസ്ത്രധാരണ നല്ല രീതിയിലാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസം നടക്കുന്നത്. അപ്പൊ അത് പിന്നെ കുട്ടികൾക്കൊരു വ്യായാമം നല്ല രീതിയിൽ തന്നെ നടക്കണം. അത് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ലഹരിക്ക് വേണ്ടി എന്നുള്ളത് എന്തായാലും അത് നടക്കുന്ന കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ സർക്കാർ തന്നെ എല്ലാ സ്ഥലത്തും ലഹരി വിറ്റ് ഇപ്പൊ കള്ള് ഷാപ്പിൽ ഇതുവരെ ഫാമിലിയെ ചെല്ലാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ലഹരിക്ക് വേണ്ടി എന്നുള്ളൊരു ഇത് ക്യാമ്പയിന്റെ ആവശ്യമില്ല. അല്ലാതെ പിള്ളേരുടെ ഉല്ലാസത്തിന് വേണ്ടിയാണെന്നെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ ലഹരിക്ക് വേണ്ടി ഒരിക്കലും സർക്കാർ തന്നെ ലഹരി വിറ്റിട്ട് ലഹരിക്കെതിരെ പ്രതികരിക്കേണ്ട ഏതായാലും നല്ലൊരു കാര്യമല്ല. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുട്ടികളെ വെച്ച് മുതലെടുക്കാൻ വേണ്ടി സർക്കാർ ഇപ്പം വയനാട്ടിൽ നടക്കുന്ന ദുരന്തത്തിനെ മറയ്ക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എല്ലാവരും ഇപ്പൊ സൂബയുടെ ബാക്കിൽ പോയിട്ടുണ്ട്.
ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ പേരിൽ ആരും പോകില്ല. വയനാട് മറന്നുപോയി. വയനാട് മടക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ് ഈ സൂംബ ഡാൻസ്. ഓക്കെ. കൂട്ടുകെട്ടുകളും അഴുക്ക സ്വഭാവങ്ങളും. പക്ഷെ ആ അഴുക്ക സ്വഭാവം മാറാനാണ് ഈ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവരുന്നതാണ് സർക്കാർ പറയുന്നത്. അതല്ല അതൊക്കെ മാറ്റണം. അപ്പൊ അതുകൊണ്ട് ഈ സൂംബ ഡാൻസിന് അംഗീകരിക്കുന്നില്ല. അപ്പോൾ പ്രേക്ഷകർ കേട്ടല്ലോ, ഇതാണ് പൊതുജനങ്ങൾക്ക് ഈ സൂംബ ഡാൻസിനെ കുറിച്ച് പറയാനുള്ളത്. അഥവാ ഈ ഡാൻസിനെ കുറിച്ച് അവബോധം ആവശ്യമായിരുന്നു. അതില്ലാതെ ആദ്യമേ തന്നെ ഇത് സ്കൂളിൽ നടപ്പിലാക്കിയതാണ് വിവാദമായത്. മാത്രമല്ല ഇതിനു വേണ്ടി പുസ്തക രൂപത്തിൽ അല്ലെങ്കിൽ പാഠപുസ്തകത്തിലും സർക്കുലറിലും കൊടുത്ത രൂപവും അർത്ഥനഗ്നകളായ പെൺകുട്ടികളുടെ ചിത്രമാണ്. അതോടൊപ്പം തന്നെ സാംബ ഡാൻസാണ് സൂംബ ഡാൻസ് പകരം കൊടുത്തത് എന്നുള്ള ആക്ഷേപത്തിലേക്ക്. എന്തായാലും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ഉചിതമായ നടപടി ഉണ്ടാകണം. കാരണം സാംസ്കാരിക കേരളത്തിന് നമ്മുടെ പൈതൃകത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. അത് സർക്കാർ ചെയ്യുകയും ഇല്ല. എങ്കിൽ അതിന് കോട്ടം പറ്റിയിട്ടുണ്ടോ എന്ന് സർക്കാർ പുനരാലോചിക്കേണ്ടതുണ്ട്. എന്തായാലും മനോരഞ്ജൻ ന്യൂസ് വഴി പൊതുജനങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മൾ കേട്ടു. ഇനി തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്, ഉന്നത വിദ്യാഭ്യാസ ബോഡിയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് കുറിച്ചുള്ള വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്ന പരിഷ്കരണം. ഏതായാലും നിങ്ങളുടെ കനസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ദിവസമായി കാണുന്നത് തൽക്കാലം ബൈ.